വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഔദ്യോഗിക രേഖകൾ നഷ്ടമായവർക്ക് പകരം സർട്ടിഫിക്കറ്റുകളും രേഖകളും വിതരണം ചെയ്തു തുടങ്ങി. സർട്ടിഫിക്കറ്റുകൾ നഷ്ടമായി ഉപരിപഠനം ആശങ്കയിലായ മുഹമ്മദ് നബീലിന് പകരം സർട്ടിഫിക്കറ്റുകൾ കൈമാറി. അവശേഷിക്കുന്ന രേഖകൾ ലഭ്യമാക്കാനുള്ള നടപടികളും ഉടനുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി. വിവരങ്ങളുമായി ഷഹദ് റഹ്മാനാണ് ചേരുന്നത്. ഷഹദ്, ഈ ദുരന്തത്തിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത്തരം സർട്ടിഫിക്കറ്റുകൾ അതിവേഗം ലഭ്യമാക്കാനുള്ള നടപടികൾ വിവിധ വകുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണല്ലോ നമ്മൾ കണ്ടത്, ആ നടപടിയാണല്ലോ കണ്ടിരിക്കുന്നത്. ക്രിസ്റ്റീന, എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യരാണ് ഇവിടെ വയനാട്ടിലെ വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നത്. അപ്പോൾ സർക്കാർ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് എത്രയും വേഗം ഇവർക്ക് നഷ്ടപ്പെട്ട രേഖകൾ തിരിച്ചു നൽകുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ വിദ്യാഭ്യാസ വകുപ്പ് സർട്ടിഫിക്കറ്റ് നഷ്ടമായ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് ഇത്തരത്തിൽ അവരുടെ തുടർ പഠനം സുഗമമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത്. സമാനമായ രീതിയിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ റേഷൻ കാർഡ് നഷ്ടമായ ആളുകൾക്ക് അവരുടെ റേഷൻ കാർഡ് തിരിച്ചു നൽകുന്ന നടപടികളും ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ആദ്യഘട്ടമായിട്ട് ഇന്ന് 5 പേർക്കാണ് റേഷൻ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് അടിയന്തര സാഹചര്യം പരിഗണിച്ചുള്ള റേഷൻ കാർഡ് വിതരണമാണ്. അതിൽ അവരുടെ കുടുംബാംഗങ്ങളുടെ പേരും മറ്റ് വിശദാംശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം 22-ാം തീയതിയോടുകൂടി ഈ സ്കൂളുകളിൽ നിന്ന് ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള തീരുമാനം ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ഇവർക്ക് മറ്റ് അവശ്യ സാധനങ്ങൾ, അതുപോലെ തന്നെ അരി, അതൊക്കെ എത്രയും വേഗം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ എമർജൻസി എന്ന നിലയ്ക്ക് ഈ ഒരു താൽക്കാലിക റേഷൻ കാർഡ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ന് മന്ത്രി കെ രാജൻ, അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, OR കേളു തുടങ്ങിയ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് ഈ റേഷൻ കാർഡ് വിതരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു ഷഹദ് റഹ്മാൻ.